വർക്ക് ചെയ്യുന്നില്ലല്ലേ? ഫോർ വിൻഡോ ഞെക്കിയിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമുക്കിതൊന്ന് അഴിച്ചു ഗ്ലാസ് താഴേക്ക് ചാടി പോയി ഗൈഡിൽ നിന്ന് അല്ലേ? നമുക്കൊന്ന് അഴിച്ചു നോക്കാം അല്ലേ? അഴിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യമേ ഓഫ് ചെയ്യണം. ഇതിനെല്ലാം ഓഫ് ചെയ്തിട്ട് ഈ പാനിൽ അഴിക്കണം. ഈ പാനിൽ നമ്മൾ മൊത്തം അഴിച്ചെടുക്കണം. അതിന് വേണ്ടി പല സ്ക്രൂകൾ അഴിക്കാനുണ്ട്. അപ്പം ആദ്യമായി നമുക്ക് ഇതിൻ്റെ ഡോറിൻ്റെ ഓപ്പൺ ലോക്ക് അഴിക്കണം. അതിന് ഒരു സ്ക്രൂ അഴിച്ചാൽ ആൾട്ടോ VXI ആണ്. VXI ലോക്ക് അഴിക്കുമ്പോൾ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഡോർ തുറക്കുന്ന ആ ഒരു ലോക്ക് അഴിക്കുക. അതിന് ബാക്കിലേക്ക് ഇങ്ങോട്ട് ഡോറിൻ്റെ ഹാൻഡിൽ അഴിച്ചിട്ടു. പിന്നെ നമുക്ക് ഇത് ആ പിടി അതിൻ്റെ അകത്തൊരു സ്ക്രൂ ഉണ്ട്. ഇത് പിടിയിലൊരു സ്ക്രൂ ഉണ്ട്. ജസ്റ്റ് എല്ലാം സ്റ്റാർ സ്ക്രൂ ആണ് അതായിരിക്കുന്നു. പിന്നെ ഡോർ ലോക്കിൻ്റെ നോബ് എൻ്റെ അല്ല ടോപ്പ് ടോപ്പ് അഴിക്കണം. ത്രെഡാണ് അത് പിടി അഴിച്ച്. പിന്നെ നമുക്ക് ഇതൊരു പ്രസ് ലോക്ക്, ഇതൊരു പ്രസ് ലോക്ക് സാധനം. അത് ഉള്ളിലേക്ക് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഊരിയാണ്. ഒരെണ്ണമുള്ളൂ. പിന്നെ മിററിൻ്റെ ഒരു സ്ക്രൂ അഴിക്കാത്തത് ഒരു കവറിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് തുറന്നാലേ അതിൻ്റെ അത് സ്ക്രൂ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് പയ്യെ തുറക്കുമ്പോൾ ഒരു കവർ അഴിച്ച് കഴിയുമ്പോൾ ഇതൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യണം. സ്ക്രൂ റിമൂവ് ചെയ്തു. പിന്നെ നമ്മൾ ഈ മിററിൻ്റെ ഒരു ലോക്ക് ഉണ്ട്. അതിനൊരു ത്രെഡഡ് ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് അഴിച്ച് കഴിഞ്ഞ് മിറർ ലൂസാക്കിയാലേ നമുക്ക് ഈ കവറ് പുറത്തേക്ക് അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ കവർ പയ്യെ മാറ്റുക, കവർ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് ഡോറിൻ്റെ ഇപ്പോൾ നമ്മൾ അഴിക്കുന്ന എല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ്, എല്ലാ സാധനങ്ങളും. ഇനി നമുക്ക് അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യണം അല്ലേ? പൊറോട്ട അഴിച്ച് വലിച്ചു പയ്യെ പൊക്കി ഹാൻഡിൽ ലിവർ നമ്മളകത്തോടെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ മൊത്തം റിമൂവ് ചെയ്തു. ഇനി നമുക്ക് റിമൂവ് ചെയ്യാവുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. ഈ കൺട്രോൾ സ്വിച്ചിൻ്റെ ഇതുണ്ട് അല്ലേ? അത് റിമൂവ് ചെയ്തില്ലാണ് ഇതുണ്ട്. അതിൻ്റെ റിമൂവ് ആണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഒരു ലോക്കുണ്ട് ഇതിൻ്റെ, ഒരു ഞെക്കണം സൈഡിൽ, കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ വരുന്ന പോലെ. പൊറോട്ട അതെ, ലോക്ക് അയച്ചു. അപ്പോൾ നമ്മളത് മാറ്റി ഡോർ റിമൂവ് ചെയ്തു, ഫുൾ റിമൂവ് ചെയ്തിരിക്കുന്നു ഡോർ. ഓക്കെ. ഗ്ലാസ്സിൽ പിടിപ്പിച്ചതിന് വണ്ടിയിലേക്ക് പിടിപ്പിച്ച 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമ്മൾ അയച്ചെടുത്തിട്ട് ഗ്ലാസ് പയ്യെ ഈ വിൻഡോയുടെ ഗ്ലാസിൻ്റെ വിൻഡോയുടെ ഇടയ്ക്കൂടെ ഗ്ലാസ് പയ്യെ റിമൂവ് ചെയ്യും. വെൻഡിങ് യൂണിറ്റിൻ്റെ മോട്ടോർ സെറ്റിന് 4 സ്ക്രൂ ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലും 2 സ്ക്രൂ ഉണ്ട്. 6 സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ റൈറ്റ് സൈഡിലെ സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യണം. ചെറിയ ലോക്കുണ്ട്. അത് സ്ക്രൂ ഡ്രൈവറിന് പയ്യെ അകത്തേക്ക് തള്ളിയിട്ട് തള്ളി വെച്ചോണ്ട് മോട്ടർ യൂണിറ്റ് പിടിച്ചുകൊണ്ട് 4ാമത്തെ സ്ക്രൂവും റിമൂവ് ചെയ്യുക. അതിനുശേഷം വൈൻഡിങ് യൂണിറ്റ് നമ്മൾ ഈ വലിയ ഹോളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. ഇതിൻ്റെ പ്രശ്നം എന്നായിരിക്കും? ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗിയർ സിസ്റ്റം ലൂസായതാണ്. ഇതിൻ്റെ ആ ഗിയർ സിസ്റ്റം നമ്മൾ അപ്പും ഡൗണും ചെയ്യുമ്പോൾ ഈ ഗിയർ സിസ്റ്റം ഈ പല്ലിൽ നിന്ന്
പുറത്ത് വരുന്നതാണ്, പുറത്ത് വരുന്ന ചാടി പോകുന്നതാണ് അത് തന്നെ. അത് താഴോട്ട് വരുന്ന സമയത്ത് ഇത് താഴ്ന്നു പോകുന്നു. അതാണ് വർക്ക് ചെയ്യാനായിട്ട് കാണിക്കുന്നത്. നമുക്ക് ഈ വൈൻഡിങ് യൂണിറ്റിൻ്റെ മോട്ടർ ഡൗൺ ആകുമ്പോൾ ഇതിൻ്റെ ഗിയർ സിസ്റ്റം പുറത്തേക്ക് തള്ളി പോകുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അതൊരു തേയ്മാനമാണ് അതിനകത്ത്. അപ്പം നമുക്കത് ഒന്ന് അയച്ചു നോക്കാം. അല്ല, വൈൻഡിങ് യൂണിറ്റ് ഗിയർ സിസ്റ്റത്തിൽ മോട്ടറിൽ നിന്ന് വരുന്ന ഗിയറിൻ്റെ ടീത്ത് തേഞ്ഞ് പോയിരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ കുഴപ്പം. ചാടി പോകുന്നത് ചാടി പോകാതെ എന്താ ചാടി പോകുന്നില്ല ഇപ്പം ചാടുന്നില്ല. അതല്ല, ഈ വൈൻഡിങ് യൂണിറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഈ മോട്ടറിൻ്റെ ഗിയറിൻ്റെ അകത്തൊരു ഓറിങ് ഒക്കെ ഉണ്ട്. ആ ഓറിങ് തേഞ്ഞിരിപ്പുണ്ട്. ഓറിങ് തേഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. ഓറിങ് പൊക്കിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ ആ ഓറിങ് മാറിയാൽ ബാക്കി ശരിയാകാനാണ് ചാൻസ്. ഓറിങ് പൊട്ടിയിരിപ്പുണ്ട്. ആ ഓറിങ് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. എന്തോ ഓറിങ് തേഞ്ഞ് പൊട്ടിയിരിക്കുന്നുണ്ട്. ഓറിങ് പോയിട്ടുണ്ട്. ആ ഓറിങ് പോകുന്നതുകൊണ്ട് ഈ ഗിയർ വീല് ചെരിയുവാണ്. അപ്പോൾ ഈ ഗിയറിൻ്റെ ആ സ്പിൻഡിൽ ഗിയർ ടീത്തോട് കൂടിയുള്ള ആ സ്പിൻഡിലിന് ചെരിവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാലപ്പഴക്കത്തിൽ ഉപയോഗിക്കുമ്പോൾ തേഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്കിത് മൊത്തം റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഗിയർ സിസ്റ്റം മാത്രം മാറാം, അല്ലെങ്കിൽ ഈ വൈൻഡിങ് യൂണിറ്റ് മൊത്തത്തിൽ നമുക്ക് അത് മാറ്റിയാൽ ശരിയാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഓറിങ് ചെയ്യാറില്ല. ഇപ്പം മാറും. അപ്പോൾ നമുക്ക് ഇതൊന്നോടെ തിരിച്ച് പിടിപ്പിക്കാം. നമ്മളിപ്പോൾ എടുത്ത പോലെ തന്നെ ഇതിൻ്റെ ഈ ചെറിയ ഹോളിൽ കൂടെ അകത്ത് കയറ്റുക. അത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ അഴിക്കുമ്പോൾ ആ ഹോൾ മാർക്ക് ചെയ്തിട്ടാണ്. ഹോളിലൊരു മാർക്കിംഗ് പറയുന്നത് ഏത് ഹോളാണ് ആദ്യം വരുന്നതെന്നുള്ള മാർക്ക് ചെയ്തിട്ട് മോട്ടർ തിരിഞ്ഞു പോയില്ലേ.
ഒക്കെ വെച്ചിട്ട് അതെ ഈ വയറ് ഊരുണ്ടല്ലോ, മറ്റേ വയറ് ഊരിയാൽ മതി അല്ലേ? അത് മതി. അതിന്റെ വയറ് മാത്രം ഊരിയിട്ടേ പോരെ. നേരെ പൊക്കി കാണിക്കാം. വണ്ടർഫുൾ ഇറ്റ്സ് വർക്കിംഗ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജും കൊടുത്തായിരുന്നു. നമ്മുടെ വണ്ടിയുടെ മറ്റേ സാധനത്തിന് വിഷയമുണ്ടല്ലോ. എന്നെ പറ്റി പോകുന്നില്ലേ? നമ്മുടെ ഗ്ലാസ് ഓക്കെ ആയി, മാക്സിമം പൊക്കമാണ്. ഓക്കെ ചോടെ മതി അത് തന്നില്ല. അതിനകത്ത് ഈ ഹോളിനകത്തോട് കയറി വരുവേ. കറക്റ്റ് അങ്ങോട്ട് ചേർത്തങ്ങോട്ടിച്ച് ഈ വയറും ഇതിൻ്റെ അകത്തേക്ക് വരും. വയറ് അതിൻ്റെ ഒരു ഹോള് കാണും. അതെ. മോളത്തെ സാധനം അല്ല, ഇത് ഈ സാധനം അതന്നെ തട്ടിക്കൊടുത്താൽ മതി. ഒരു സൈഡ് മോളിൽ നിന്ന് അടിച്ചടിച്ച് വന്നാൽ മതി. ഈ സൈഡിൽ അങ്ങനെ അടിച്ചിട്ട് ഇവിടെ ഒരു അടി കൊടുക്കണം. റൈറ്റ് സൈഡിൽ. ഓക്കെ ലോക്കായി. നമ്മൾ ഇവിടുത്തെ ലോക്ക് അത് ഊരി എടുത്തിട്ട് പൊറോട്ട ആക്കിയിട്ട് വയ്ക്കും. അത് പ്രത്യേകം കാണിച്ചു കൊടുക്കണം. ഇത് നമ്മൾ പുറകോട്ട് തള്ളി ഇട്ടിട്ട് വേണം ഇടാൻ. അതുകൊണ്ടോ ലോക്ക് ചെയ്തിട്ട് കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഇത് പ്രസ് ചെയ്ത് തുടങ്ങും. ഇനി നമുക്ക് ഈ മിററിൻ്റെ സൈഡ് പിടിപ്പിക്കാനുണ്ട്. അങ്ങനെ അല്ല, അങ്ങനെ തന്നെ ഒരു കറുത്ത സാധനമല്ലേ? അല്ല, ഒരു ഈ സാധനം പിടിപ്പിക്കും. അതായിരുന്നല്ലേ? ചെറിയൊരു തെറ്റിപ്പോ സ്ക്രൂ കൂടെ ഉണ്ടോ? ഈ സ്ക്രൂ എവിടെയുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പിന്നെ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോക്കണം. അതിനൊരു കവറുണ്ട്. അപ്പോൾ അത് ഈ കവറ് നമ്മൾ ലോക്കുണ്ട്. ആ ലോക്ക് ഇപ്പോൾ ഈ സ്ക്രൂ ഇവിടെ അറിയത്തില്ല. അറിയും. ഇനി നമ്മളിത് പിന്നെ പയ്യെ വലത്തേക്ക് വെച്ചിട്ട് ഇടത്തേക്ക് ഇട്ട് ഇങ്ങോട്ടല്ലേ, അങ്ങോട്ട് അങ്ങോട്ട് വലിച്ചിട്ട് അങ്ങോട്ട് ഇത് തട്ടിയിട്ട ഓക്കെ. നമുക്ക് ഇതിൻ്റെ അതുകൊണ്ട് പിന്നെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഈ കപ്പ് ഹോൾഡറിൽ ഒരു സ്ക്രൂ ഉണ്ട്. അത് നമ്മൾ പിടിപ്പിക്കുക. ഇതില്ല കട്ട് നമ്മളെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത്.